ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നവരാത്രി ദിനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വിളക്കെല്ലാം കത്തിച്ചു. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പുറത്ത് വേറെ എവിടെയല്ല, ആലപ്പുഴയിലാണ്. ആലപ്പുഴ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. 4 പേർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. മക്കളും ഉണ്ടല്ലോ, ഇന്ന് സാറ്റർഡേ അവധിയാണല്ലോ. അപ്പോൾ ഇന്ന് രായേഷനും പോയില്ല. അപ്പോൾ അടുക്കളയിൽ കയറുകയാണ്. കുളിച്ച് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ നമുക്ക് പരിപാടി, കിച്ചണിലോട്ട് കൂടി കയറുക. അപ്പോൾ നവരാത്രി വ്രതമൊക്കെ ആയതുകൊണ്ട് നോണൊന്നും കഴിക്കാൻ പറ്റില്ല. ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോയി കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായ ഇടുകയാണ്. പിന്നെ അതേ വൻപയർ വെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ കിടന്നത്. തലേ ദിവസം രാത്രിയിൽ വൻപയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വൻപയർ എരിശ്ശേരി വെക്കാനായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മത്തങ്ങ എരിശ്ശേരി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മത്തക്കയൊക്കെ വേവിച്ച് വൻപയറൊക്കെ വേവിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ, ലേഡി ഫിംഗർ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പൊള്ളിച്ചെടുക്കത്തില്ലേ, അതുപോലെ. അപ്പോൾ അത് പിന്നെ ഒരു ചാറ് കറിയും കൂടെ, എന്തെങ്കിലും ചാറ് കറി ഞങ്ങളുടെ ഇവിടെ വെക്കാറില്ല എങ്കിലും ഇന്നെന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുമ്പളങ്ങ മോരൊഴിച്ചിട്ടൊരു മോര് കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പാചകം ഒന്നും ചെയ്യുന്ന അങ്ങനെ വലിയ രീതിയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. രാവിലെ തിരക്കാണ്, അറിയാമല്ലോ. ഇതുപോലെ ഇങ്ങനെ ചോറൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി പണിയാണത്. കുഞ്ഞുങ്ങളെ റെഡിയാക്കണം, അതിൻ്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കണം. അപ്പോൾ ഞാൻ 4 പൊതിച്ചോറായിട്ട് കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. എനിക്കും രായേഷണ്ണും പൊന്നുകുട്ടിക്കും പിന്നെ എൻ്റെ അച്ഛനും, അവിടെ അച്ഛനുണ്ടല്ലോ, അപ്പോൾ അച്ഛനും ഒരു പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആലപ്പുഴയിൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ കണ്ണൻകുട്ടനൊരു ഡപ്പയിൽ ചെറുതായിട്ട് ഇച്ചിരി എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇച്ചിരി പാടാണ് കേട്ടോ, എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ചോറ് കഴിക്കാനായിട്ട് ഇച്ചിരി മടിയായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ദേ പുട്ടാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, എളുപ്പപ്പണിയല്ലേ. അപ്പോൾ പുട്ടാക്കി. പിന്നെ തലേദിവസം വെച്ചിരുന്ന സോയയുടെ കറിയുണ്ട് കേട്ടോ, അതിങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചത്, അതും ഇച്ചിരി ഇരിപ്പുണ്ട്. ഇതെല്ലാമായിട്ടൊരു പൊതിച്ചോറ് സെറ്റാക്കി കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ആയി ഞങ്ങൾ മക്കളെയും കൊണ്ട് ആലപ്പുഴയിലോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അന്ന് ഇന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇതേ പുട്ടിൽ പഴമിട്ടിട്ട് പാലൊഴിച്ച് പഞ്ചസാര ഇട്ടാണ് കണ്ണൻകുട്ടന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പൊന്നുകുട്ടിക്കും അങ്ങനെ വേണം കേട്ടോ. അപ്പോൾ അവർക്ക് 2 പേർക്കും ആ രീതിയിൽ കൊടുത്തു. അതേ പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവല്ലേ. പിന്നെ പൊതിച്ചോറെന്ന് പറയുമ്പോൾ ഒരു മീൻ വറുത്തയും മുട്ട പൊരിച്ചതും ഒക്കെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ നമ്മൾ നോണിപ്പോൾ കഴിക്കാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഈ വെജ് എന്തെങ്കിലും കറിയാണ്. എരിശ്ശേരി ഉണ്ട്, പിന്നെ തലേദിവസത്തെ സോയയുടെ റോസ്റ്റ് ഉണ്ട്, പിന്നെ വെണ്ടയ്ക്ക പൊള്ളിച്ചതുണ്ട് കേട്ടോ, ലേഡി ഫിംഗർ പൊള്ളിച്ചത്. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. ചമ്മന്തി, അച്ചാർ, ഇതെല്ലാം ഉണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷെ ധൃതി കാരണം ഞാൻ എല്ലാം ഒന്നും സെറ്റ് ചെയ്തില്ല. പക്ഷെ ഇത് തന്നെയാണെങ്കിലും നമ്മൾ പൊതിച്ചോറിനകത്ത് പിന്നെ അത് തുറന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും എല്ലാമാണ്. അപ്പോൾ അതിന് ശേഷം ഫുഡെല്ലാം ഒരു പൊതിച്ചോറ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി പോവുകയാണ്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, 2 ദിവസമായിട്ട് ഭയങ്കര കോൾഡ് ഉണ്ട് കേട്ടോ. കോൾഡൊന്നും നമ്മൾ വക വയ്ക്കത്തില്ല. നമ്മളെ വീട്ടിലെ അമ്മമാരല്ലേ പനി വന്നാൽ അത് പനിയാണെന്നും പറഞ്ഞ് പനിച്ച് കിടക്കുന്ന. പ്രത്യേകിച്ച് ഞാനങ്ങനെ കിടക്കാറേയില്ല. തീരെ ബുദ്ധിമുട്ട് വന്നാലേ ഞാൻ കിടക്കത്തുള്ളൂ കേട്ടോ. ചെറിയ രീതിയിലൊക്കെ കോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എഴുന്നേക്കും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയിരുന്നതിൻ്റെ വഴിയിൽ കണ്ണൻകുട്ടനെ വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു കടയിൽ കയറി വടയും വെള്ളമൊക്കെ വാങ്ങിച്ചു കേട്ടോ. വട മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വട വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു.
പിന്നെ അവിടെ തന്നെ ഇങ്ങനെ പറവൂരാണ് കേട്ടോ ഈ സ്ഥലം, ഒരു ജീപ്പ് ഇട്ടിരിക്കുന്നു. പിന്നെ അവിടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് കണ്ണൻകുട്ടൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവസാനം എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ ആദ്യം തന്നെ അവന് വാങ്ങിച്ച വടയാണ് കേട്ടോ കഴിക്കുന്നത്. അവൻ ഈ പറഞ്ഞ ആ പുട്ടും പഴമൊക്കെ കൊടുത്തിട്ട് ഒരു ശകലം എന്തോ കഴിച്ചിട്ട് അവൻ്റെ കാര്യം നോക്കി പോയി കേട്ടോ. അവന് ഇതുപോലുള്ള സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ ഇതെന്താണെന്ന് പറയുക, എള്ള് പായസമാണ്. അച്ഛൻ അമ്പലത്തിൽ നിന്ന് കണ്ണൻകുട്ടന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് എള്ള് പായസമേ. അവന് ഭയങ്കര ഇഷ്ടമാണ് എള്ള് പായസമൊക്കെ. അപ്പോൾ അത് പിന്നെ ഇവരുടെ പഴയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇത് എൻ്റെ വീടാണ്, ഞാൻ ഇവിടെയാണ് താമസിച്ചത്. പിന്നെ ഞങ്ങൾ ചേർത്തലയിലോട്ട് ഷിഫ്റ്റ് ആയതാണ് കേട്ടോ. അപ്പം പൊന്നുകുട്ടിയുടെ കുറേ കളിപ്പാട്ടങ്ങൾ, കണ്ണൻകുട്ടൻ്റെയും കളിപ്പാട്ടങ്ങൾ കുറേയൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ അവരതൊക്കെ എടുത്തു വെച്ചിരുന്ന കളിയാണ്. പിന്നെ ദേ ചോറ്, പൊതിച്ചോറ്, പിന്നെ മോര് കാച്ചിയത്. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുമ്പളങ്ങ ഇട്ട് വെച്ച മോര് കറി അതും കൂടി ഇങ്ങനെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കുകയാണ്. ആദ്യം അച്ഛനാണ് കേട്ടോ കഴിച്ചത്, അത് ഞാൻ എടുത്തില്ല വീഡിയോ. പിന്നെ പൊന്നുകുട്ടി, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടന് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് ഒരു 3-4 ചോറെങ്കിലും അവന് ഡപ്പയിൽ എടുത്തുകൊണ്ട് വന്ന് അവൻ കഴിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു 3-4 വായ എന്തായാലും കഴിച്ചിട്ടുണ്ട്. ഇച്ചിരി പാട് തന്നെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഞാൻ പിന്നെ അധികം ഫോൺ പുറത്തെടുത്തില്ല. വണ്ടിയിൽ നമ്മൾ ഭയങ്കര പാടാവായിരുന്നു 4 പേരും കൂടി. അതുകൊണ്ട് ബാഗിൽ തന്നെയായിരുന്നു എൻ്റെ ഫോൺ. ഞാൻ പിന്നെ വരുന്നൊന്നും വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. വരുന്ന വഴി കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു. വന്നതിന് ശേഷം നമ്മുടെ കണ്ണൻകുട്ടൻ നല്ല അടിപൊളി കരച്ചിലായിരുന്നു കേട്ടോ. കാറ് വേണമെന്നും പറയും. എങ്ങനെയായി ഒന്നും അറിയില്ല. ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞ് എവിടെയെങ്കിലും വരുന്ന വഴി കണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര കരച്ചിൽ കേട്ടോ, കാറ് വേണമെന്ന്. ഇത്രയും കളിപ്പാട്ടം ഉണ്ടെന്നൊക്കെ പൊന്നുകുട്ടി എല്ലാം കൂടെ എടുത്തിട്ട് കൊടുത്തിരിക്കും. ഇതല്ല, ഇതിനപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അവന് എന്തോ എവിടെയെങ്കിലും കണ്ടിട്ടായിരിക്കാം കാറ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അതിനുശേഷം ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു റിലേറ്റീവ് ഉണ്ട്, ആ അക്ക തന്നാണ് കേട്ടോ. ഓണത്തിൻ്റെ പങ്കാണ് ചിപ്സ് എല്ലാം വറുത്ത, കപ്പയും മുറുക്കും ഒക്കെ വറുത്തതിൻ്റെ പങ്ക്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഓടി വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് 4 പേരും കൂടി ഇരുന്ന് ആ ചിപ്സും കപ്പയൊക്കെ കഴിച്ചു കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിക്കേണ്ടതുകൊണ്ട് ഞാൻ ആലപ്പുഴയിൽ എവിടെയും പോയില്ല. വിളക്ക് കത്തിക്കേണ്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ബീച്ചിലൊക്കെ നിന്നിട്ടേ വരത്തുള്ളായിരുന്നു. പക്ഷേ വിളക്ക് കത്തിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 11 ദിവസം വിളക്ക് കത്തിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് ഓടിപ്പിടച്ച് വീട്ടിലോട്ട് പോകുന്നത്. വന്ന് തൂത്തുവാരി തുടച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുവാണ്. അപ്പം ഞങ്ങൾ ചായയും ആ സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ട് പിന്നെ രാത്രിയിൽ ഡിന്നറൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. 4 പേരും. കണ്ണൻകുട്ടൻ അത്രയും ഹാപ്പിയോ, ചോറ് കഴിക്കണ്ടല്ലോ രാത്രിയിലെന്ന് ഓർത്തിട്ട് അവനും ഹാപ്പി. പിന്നെ പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം നാമം, എന്നും 11 ദിവസം ഇരുന്ന് നാമം ചൊല്ലണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം വിളക്കിൻ്റെ ഒരു മണിക്കൂറോളം ഞങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.